ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്ന ടോപ്പിക്കാണ്. കൂടാതെ 9 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാനുള്ള ഒരു ട്രിക്കും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇവിടെ പറയുന്നുള്ളത് എന്താണ്? ഹാവൻ യു അണ്ടർസ്റ്റുഡ് ഹൗ ടു കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങൾ ഫോഴ്സ് എങ്ങനെയാണ് വർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പിന്നെയോ ഷുഡിന്റ് ഫോഴ്സ് ബി അപ്ലൈഡ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി വൈ ലിഫ്റ്റിംഗ് ഒബ്ജക്ട്സ്? അതായത് ഇവിടെ ഇത് ഫ്ലോർ ആണെന്ന് ചോദിച്ചോ, ഓക്കെ, ഇത് തറയാണെന്ന് ചോദിച്ചോ, ഇവിടെ ഒരു വസ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ മുകളിലോട്ട് ഉയർത്തണമെങ്കിൽ ഇതിനെ ആരാണ് താഴേക്ക് പിടിച്ചു വലിച്ചിട്ടുള്ളത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണല്ലോ, ഭൂമിയാണല്ലോ അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതിനെതിരായിട്ടുള്ള നമ്മളിവിടെ വർക്ക് ചെയ്യേണ്ടത് ഇതിനെ ഉയർത്തണമെങ്കിൽ. അതാ പറഞ്ഞിട്ടുള്ളത് ഷുഡിന്റ് ഫോഴ്സ് ബി അപ്ലൈഡ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി വൈ ലിഫ്റ്റിംഗ് ഒബ്ജക്ട്സ്. വസ്തുക്കളെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് എതിരായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത് എന്ന്. അപ്പൊ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. Okay. Observe the figure showing a crane lifting a container of mass m kilogram. Okay, m kilogram to a height h meter. അതായത് m kilogram mass ഉള്ള ഒരു വസ്തുവിനെ, m എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം, 5 kilogram ആവാം, 6 kilogram ആവാം, 6000 kilogram ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതിനെ ഒരു h ഹൈറ്റിലോട്ട് അല്ലെ, എന്ത് വേണമെങ്കിലും ആവാലോ. h ഹൈറ്റ് 5 മീറ്റർ ആവാം, 6 മീറ്റർ ആവാം, എന്ത് വേണമെങ്കിലും ആവട്ടെ. h മീറ്റർ ഹൈറ്റിലോട്ട് ഉയർത്തുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതെ ഇവിടെ ദ വെയിറ്റ് ഓഫ് ദ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എന്താണ്? mg ആണ്. m മൾട്ടിപ്ലൈഡ് ബൈ g ആണ് അല്ലെ. m പറഞ്ഞാൽ ആ കണ്ടെയ്നറിന്റെ മാസ്, g പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എത്രയാണത്? 9.8 അല്ലെ. നമുക്ക് പലപ്പോഴും 10 ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, കണക്ക് ചെയ്യുമ്പോൾ അല്ലെ, 10 ആയിട്ട് എടുക്കാറുണ്ട്. 9.8 ആണ് അതിന്റെ എക്സാക്ട്. അതായത് നമ്മൾ അങ്ങനെ എടുക്കുന്നത്, പക്ഷെ പലപ്പോഴും കണക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ 10 ആയിട്ട് എടുക്കാറുണ്ട്. ഓക്കെ, അത് വെയിറ്റ് എന്താണ്? mg ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ദ കണ്ടെയ്നർ ക്യാൻ ബി ലിഫ്റ്റഡ് ഓൺലി ഇഫ് അറ്റ്ലീസ്റ്റ് ആൻ ഈക്വൽ ഫോഴ്സ്, അതായത് ഈസ് അപ്ലൈഡ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ആവുന്നത്. അതായത് കണ്ടെയ്നറിനെ ഉയർത്തണമെങ്കിൽ ഈ താഴോട്ടുള്ള mg, ആ ഫോഴ്സ് ഉണ്ടല്ലോ, ഇതിന് വെയിറ്റ് ഉണ്ടല്ലോ, അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് എങ്കിലും കിട്ടണം മുകളിലോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് മനസ്സിലായല്ലോ. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ദ കണ്ടെയ്നർ. ആ കണ്ടെയ്നറിൽ ഇതാണ് കണ്ടെയ്നർ എന്ന് ചോദിച്ചോ. അപ്പൊ ഇതില് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് താഴോട്ട് എത്ര ഫോഴ്സിലാണ് പുള്ള് ചെയ്ത് പിടിച്ചിട്ടുള്ളത് എന്നത് എന്താണ്? mg. അതിന്റെ വെയിറ്റ് ആണ്, mg ആണെന്ന് അറിയാം. അതാ പറഞ്ഞത് ഇവിടെ mg പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ടു ബി അപ്ലൈഡ് ബൈ ദ ക്രെയിൻ, ആ ക്രെയിനിന് എത്ര ഫോഴ്സ് ഇതിൽ അപ്ലൈ ചെയ്യണം മിനിമം, കുറഞ്ഞത് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. മിനിമം എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം? ഈ mg ഫോഴ്സിനെക്കാളും ചെറിയൊരു ഫോഴ്സ് ആണ് മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് ഉയരുമോ? ഇല്ലല്ലോ, താഴോട്ടുള്ള ഫോഴ്സ് അല്ലേ കൂടുതൽ. അപ്പൊ ഈ വസ്തു ഇവിടെ തന്നെ നിൽക്കും. നമ്മൾ താഴോട്ടുള്ള mg ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് പ്രയോഗിച്ചു കഴിച്ചു. ഓക്കെ, എന്താണ്? mg ഫോഴ്സ് തന്നെ നമ്മൾ മുകളിലോട്ട് പ്രയോഗിച്ചു കഴിച്ചു. അപ്പോൾ എന്തായി? ഇവിടെ ബാലൻസ്ഡ് ഫോഴ്സസ് ആയി അല്ലെ, ഈക്വൽ ഫോഴ്സ് ആയി. അതായത് ബാലൻസ്ഡ് ഫോഴ്സ്, താഴേക്കും mg, മുകളിലേക്കും mg. ഇപ്പൊ എന്താണ്? ഇറ്റ് ഈസ് റെഡി ടു മൂവ്. ഇത് മുകളിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ തന്നെ നിൽക്കുന്നു, കാരണം ബാലൻസ്ഡ് ഫോഴ്സസ് ആണ്. ഇതിന് ഇനേഴ്ഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, അതായത് റെസ്റ്റിലായിരുന്നു ഉണ്ടായത്, അതുകൊണ്ട് റെസ്റ്റിൽ തന്നെ തുടരും. ഇനി ഒരല്പം കൂടി ഫോഴ്സ് മുകളിലേക്ക് അധികം കിട്ടി അയച്ചു, അപ്പോൾ എന്തായി? ഇത് മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. ഓക്കെ, ഈ mgയേക്കാൾ ഒരല്പം കൂടി ഫോഴ്സ് എക്സ്ട്രാ കിട്ടിയാൽ, അത് തുടക്കത്തിൽ മാത്രമേ വേണ്ടൂ, എന്താണ്? ഇനേഴ്ഷ്യ ഓഫ് റെസ്റ്റിനെ മറികടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനൊന്ന് ചലിപ്പിച്ചെടുക്കാൻ വേണ്ടി തുടക്കത്തിൽ ഒരല്പം കൂടി ഫോഴ്സ് വേണം. പിന്നീട് എന്താണ്? പിന്നീട് ഈ mg ഫോഴ്സ് മാത്രം മതി. ആ തുടക്കത്തിൽ മാത്രമേ എക്സ്ട്രാ ഒരല്പം ഫോഴ്സ് വേണ്ടൂ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഫോഴ്സ് ടു ബി അപ്ലൈഡ് ബൈ ദ ക്രെയിൻ ഓൺ ദ കണ്ടെയ്നർ എന്നാൽ mg. ഓക്കെ, എക്സ്ട്രാ ഒരല്പം തുടക്കത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ തൽക്കാലം ഇവിടെ പരിഗണിക്കുന്നില്ല, mg മാത്രം എഴുതാം. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കുക അല്ലെ? mg ഫോഴ്സ് ആണ് മിനിമം പ്രയോഗിക്കേണ്ടത് അറിയാം. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു f ടൈംസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഇവിടെ f പറഞ്ഞാൽ എന്താണ്? f എന്ന് വെച്ചാൽ എന്താണ്? അത് mg ആണെന്ന് പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് s ന് പകരം ഇവിടെ എന്താണ്? h ഹൈറ്റ് ആണ് അല്ലെ. ഇതിന് മുകളിലേക്കാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്താണ്? h ഉയരത്തിലേക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ അതല്ലേ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതെന്താണ്? h. അതായത് mg ടൈംസ് h എന്ന് വെച്ചാൽ mgh എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് പറഞ്ഞിട്ടുള്ളത് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ക്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? mgh വർക്ക് ചെയ്യണം. അതാണ് ഇവിടെ യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് ഒബ്ജക്ട്സ് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ
W is equal to mgh ആണ്. എന്താണ് m മാസ് തന്നിട്ടുണ്ടാവും ഗുണിക്കണം g പറഞ്ഞാൽ എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 അല്ലെങ്കിൽ 10 ആയിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ വീണ്ടും മൾട്ടിപ്ലൈഡ് ബൈ h എത്ര ഉയരത്തിലേക്കാണ് എന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിമ്പിൾ ഇക്വേഷൻ ഉപയോഗിച്ച് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് റിക്വയർഡ് ടു ലിഫ്റ്റ് ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തുവിനെ ഉയർത്താനാണ്, ഓഫ് മാസ് 100 gram. മാസ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം എഴുതിക്കോ m ഈസ് ഈക്വൽ ടു എന്താണ് m ഈസ് ഈക്വൽ ടു 100 gram. നമുക്ക് കിലോഗ്രാമിലേക്ക് മാറ്റേണ്ട ഇതിനെ SI യൂണിറ്റിലോട്ട് മാറ്റണമല്ലോ. അപ്പൊ ഈ ഗ്രാമിലുള്ള അതിനെ SI യൂണിറ്റിലോട്ട് മാറ്റുമ്പോൾ, അതായത് കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഈ 100 gram എന്നതിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് കിലോഗ്രാമിൽ കിട്ടും. ഈ സീറോയും നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ, ഇതും. ഓക്കെ, പിന്നെ എന്താണ് മുകളിലുള്ളത് 1 ആണ് അല്ലെ, 1 ആണ് മുകളിലുണ്ടായത്. പക്ഷെ ഡിവൈഡഡ് ബൈ 10 കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായി, ഒരു പൂജ്യത്തിന് കണക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ 1ന് ഒരു സംഖ്യക്ക് മുന്നിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പൊ എത്രയായി, ഇതിന് മുമ്പിൽ ഒരു പൂജ്യം കൂടെ എക്സ്ട്രാ ഇടും. അപ്പൊ 0.1 കിലോഗ്രാം. ഓക്കെ, 0.1 കിലോഗ്രാം ആണ് മാസ്. അതാണ് വർക്ക് കാണേണ്ട ഇക്വേഷനിൽ എമ്മിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, 0.1 എന്ന് കൊടുത്തു. ഓക്കെ, mgh ആണ്. g എന്താണ് 10 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റിൽ g is equal to 10 തന്നിട്ടുണ്ട് അല്ലെ, 10 meter per second square. അപ്പൊ 10 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി എന്താണ് h കൂടി അറിയണം. അത് തന്നിട്ടുണ്ടോ നമുക്ക് നോക്കണ്ടേ. എന്താ ടു എ ഹൈറ്റ് ഓഫ് 1 meter തന്നിട്ട്, ടു എ ഹൈറ്റ് 1 meter തന്നിട്ട്, അപ്പൊ നമുക്ക് h കിട്ടി. അപ്പൊ എന്താണ് h 1 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് നമുക്ക് ഉത്തരം കിട്ടും, 0.1 ടൈംസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനാകെ നമുക്ക് എന്ത് കിട്ടും, 1 ആണ് അല്ലെ, ഇതാകെ 1 ആണ്. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സംഖ്യ, ഇവിടെ ഒരു പൂജ്യമുള്ള സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഈ പൂജ്യം നമുക്ക് ഇവിടുന്ന് കളഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, ഈ ഒരു പോയിന്റിനെ ഇപ്പുറത്തേക്ക് ഇടാം. അപ്പൊ എന്തായി 1 കഴിഞ്ഞിട്ട് പോയിന്റ് വന്നു. അപ്പൊ 0.1 എന്നാൽ എന്താണ് 1. ഓക്കെ, ഒന്നുമില്ല, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 0.1 ടൈംസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്. പിന്നെ വീണ്ടും മൾട്ടിപ്ലൈഡ് ബൈ 1 ഉണ്ട്. ടൈംസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. 1 ടൈംസ് 1 എന്നാൽ 1 തന്നെയാണ്. ഓരോ 1 യൂണിറ്റ് എന്താണ് ജൂൾ. ഓക്കെ ഓക്കെ, ഒന്നുകൂടി കാണിക്കാതെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളത്, എ ബാരൽ ഓഫ് മാസ് 50 കിലോഗ്രാം അല്ലെ, 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബാരൽ ഈസ് ടു ബി ലോഡഡ് ഓൺ ടു എ ലോറി, ഒരു ലോറിയിലേക്ക് കയറ്റണം. പ്ലാറ്റ്ഫോം ഓഫ് ദ ലോറി ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 2 meter. എന്താണ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആ ലോറിയിലേക്കുള്ള ഹൈറ്റ് 2 meter ആണ്. ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ അല്ലെ, പ്ലാറ്റ്ഫോം ഓഫ് ദ ലോറി ഈസ് അറ്റ് ദ ഹൈറ്റ് ഓഫ് 2 meter. അതായത് ലോറിയുടെ ആ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 2 meter ഉയരത്തിലാണ്. g 10 ആണ് തന്നിട്ടുണ്ട്, 10 meter per second square ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സസ് ഓഫ് ഗ്രാവിറ്റി when the barrel is loaded onto the lorry. ഓക്കെ, അഗെയിൻസ്റ്റ് ദ ഫോഴ്സസ് ഓഫ് ഗ്രാവിറ്റി ആണ്. അതായത് ഇവിടെ ഒരു വസ്തുവിനെ ലിഫ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇക്വേഷൻ നമുക്കറിയാം mgh ആണ്. m പറഞ്ഞാൽ 50 ആണ് തന്നിട്ടുണ്ട്, g 10 ആണ് തന്നിട്ടുണ്ട്, ഹൈറ്റ് 2 ആണ് തന്നിട്ടുണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 50 ടൈംസ് 10 എന്ന് പറഞ്ഞാൽ 500 അല്ലേ, 50 ടൈംസ് 10 അല്ലെ, 50 മൾട്ടിപ്ലൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 500. വീണ്ടും ടൈംസ് 2 എന്ന് വെച്ചാൽ 500നെ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചു. 500നെ ഇരട്ടി 1000. യൂണിറ്റ് എന്താണ് ജൂൾ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം കണ്ടോ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇഫ് ഇറ്റ് ഈസ് റോൾഡ് ടു എ ഹൈറ്റ് ഓഫ് 2 meter യൂസിങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ലെങ്ത് 5 meter എന്നാ പറഞ്ഞിട്ടില്ലേ അല്ലെ. എന്താണ് ഇതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് വിചാരിച്ചോ, ഇതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് വിചാരിച്ചോ. ഒരു 2 meter ഹൈറ്റിലോട്ട്, 2 meter ഹൈറ്റ് ആണ് തന്നിട്ടുണ്ടല്ലോ അല്ലെ, 2 meter ഹൈറ്റിലോട്ട് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലേക്ക് കൂടി അല്ലെ, ഒരു 5 meter ലെങ്ത് ഉള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലേക്ക് കൂടിയാണ് ഉരുട്ടിക്കയറ്റത് വിചാരിച്ചു ഈ ബാരലിനെ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. വർക്ക് ഡണിൽ mgh ആണുള്ളത്, m മാസ് 50 കിലോഗ്രാം തന്നിട്ടുണ്ട് അല്ലെ. എന്താ g പറഞ്ഞാൽ 10 ആണെന്ന് അറിയാം. മൂന്നാമത്തെ എന്താണ് ഹൈറ്റ് ആണ്. അതെന്താണ് ഹൈറ്റ് പറഞ്ഞാൽ 2 meter ആണ്. ഈ നേരെയുള്ള ഹൈറ്റ് 2 meter. അതായത് ഇതില് ഈ 5 meter നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരു ചരിഞ്ഞ പ്രതലത്തിലേക്ക് കൂടിയാണ് കയറ്റിയതെന്ന് നിങ്ങൾ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് എന്താണ് ഈ ഹൈറ്റ് എത്രയാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് വർക്ക് ഡൺ എന്താണ് 1000 ജൂൾ കിട്ടി. നേരത്തെ കിട്ടിയ ഉത്തരം തന്നെയാണല്ലോ. ഓക്കെ, നിങ്ങൾ ആകെ എത്ര ഹൈറ്റിലേക്കാണ് നോക്കിയാൽ മതി, 2 meter അല്ലെ.
എച്ച് കിട്ടി. പിന്നെയോ ജി അറിയാം 10 ആണെന്ന് അറിയാം. പിന്നെ എം അതും തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഹൈറ്റ് അത് അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. എന്താണ്? ഡസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഡിപ്പെൻഡ് ഓൺ ഇസ് പാത്ത് ഓഫ് മോഷൻ എന്നാണ്. അതായത് ഇത് ഏത് വഴിയിലെ കൂടി വന്നു എന്നത് ഇതിന്റെ വർക്ക് ഡണ്ണിനെ എന്താണ് അഫക്ട് ചെയ്യുന്നുണ്ടോന്ന് ഇല്ല. ഇതിന്റെ ഹൈറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ അല്ലെ. ഏത് വഴിയിലെ കൂടിയാണ് ഇതിനെ കയറ്റി എന്നൊന്നും നോക്കുന്നില്ല. ചിലപ്പോൾ ഈ ഒരു ഉയരത്തിലേക്ക് ഇവിടുന്ന് തൊട്ടേ ഈ ഇത്രയും നീളമുള്ള ചരിഞ്ഞ പ്രതലത്തിൽ കൂടി കയറ്റിയതായിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ആ ഹൈറ്റ് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ്? നോന്ന് കിട്ടി. എന്താണ്? ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് വഴിയാണ് കയറ്റിയതൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആകെ ആ ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി പറയാനുള്ളത് നെഗറ്റീവ് വർക്കിനെ കുറിച്ചിട്ടാണ്. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എ ചൈൽഡ് പുള്ളിങ് എ ബോക്സ് അല്ലെ. ഒരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനെ പുള്ള് ചെയ്യുകയാണ്. ഈ ഒരു ഡയറക്ഷനിൽ പുള്ള് ചെയ്യുകയാണ്, വലിക്കുകയാണ്. ഇസ് ഡെപിക്റ്റഡ് ഇൻ ഫിഗർ. ഒബ്സർവ് ഇറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ചൈൽഡ് പറഞ്ഞാൽ പി ടു ഡി ഡയറക്ഷൻ ആണ് അല്ലെ. ഈ ഒരു ഡയറക്ഷനല്ലേ. അപ്പൊ അതേതാണ് കൊടുത്തില്ല കണ്ടോ, ഇതല്ലേ അത്, പി ടു ഡി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എപ്പോഴും താഴേക്കല്ലേ. അങ്ങനെയാണ് അതേതാണ് താഴെ കൊടുത്തിട്ടില്ല ഇതല്ലേ. എന്താണ്? എ ടു പി. ഈ ഡയറക്ഷനിലാണല്ലോ, എ ടു പി അല്ലെ. അതാണ് എ ടു പി എന്ന് കൊടുത്തിട്ടില്ല. ഓക്കെ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അല്ലെ. ഈ ഒരു ഡയറക്ഷനിലാണ് ഇതിനെ പുള്ള് ചെയ്യുന്നെങ്കിൽ ഫ്രിക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്കറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുത്തിട്ടില്ല ഏതാണ്? പി ടു ബി എന്ന ഫോഴ്സ് ആണ്. പി ടു ബി. ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ടേബിൾ ഓൺ ദ ബോക്സ്. ടേബിള് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? മുകളിലേക്ക്. ടേബിള് മുകളിലേക്ക് ബോക്സിൽ ഫോഴ്സ് കൊടുക്കുന്നത്, അതാണ് സി ടു പി ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ബോക്സ് മൂവ്. ഏത് ഡയറക്ഷനിലാണ് ബോക്സ് മൂവ് ചെയ്യുന്നത്? പി ടു ഡി ആണ് അല്ലെ. ഈ കുട്ടി വലിക്കുന്ന ഡയറക്ഷനിലാണ് ബോക്സ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? പി ടു ഡി. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഡിഡ് ദ ബോക്സ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്. ഏത് ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ഈ ഒരു ബോക്സ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? ഈ കുട്ടി പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഡയറക്ഷനിലാണ് അല്ലെ. ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ചൈൽഡ്, ആ ഡയറക്ഷനിലാണ് ബോക്സ് മൂവ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്താണ്? against which force did the box get displaced. ഏത് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, എഗെയിൻസ്റ്റ് ആയിട്ടാണ്, എതിർ ദിശയിലാണ് ബോക്സ് ചലിക്കുന്നത് അല്ലെ. ഓക്കെ, ബോക്സ് ഈ ഒരു ഡയറക്ഷനിലാണ് ചലിക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് ആ ഡയറക്ഷനിൽ പ്രയോഗിക്കപ്പെടുന്ന ബലം എന്താണ്? പി ടു ബി. എന്താണ് ആ ബലം? പി ടു ബി പ്രയോഗിക്കുന്ന ബലം എന്താണ്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇവിടെ എന്ത് എഴുതാം? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എഴുതാം. Why did the force of gravity and the force applied by the table cause no displacement to the box? എന്തുകൊണ്ടാണ് താഴേക്ക് പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയും ആ വസ്തുവിൽ ടേബിൾ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ആ ഒരു ഫോഴ്സും ഇതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാത്തതാണ്? താഴേക്ക് ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ആ ഡയറക്ഷനിലല്ല ബോക്സ് മൂവ് ചെയ്യുന്നത്. മുകളിലേക്ക് ടേബിളും ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട് പറഞ്ഞു, പക്ഷെ ആ ഡയറക്ഷനിലും ടേബിൾ മൂവ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഈ രണ്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് അല്ലെ. താഴേക്ക് എം ജി അതിന്റെ വെയിറ്റ്, അങ്ങനെയാണെങ്കിൽ ബോക്സ് മുകളിലേക്ക് കൊടുക്കുന്ന ബലവും എം ജി തന്നെയായിരിക്കും. അതായത് ഇവ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്, അതായത് ബാലൻസ്ഡ് ഫോഴ്സസ് ആണ്. ഓക്കെ, ദേ ആർ ബാലൻസ്ഡ് ഫോഴ്സസ്. അതുകൊണ്ടാണ് ഇവിടെ നെറ്റ് ഫോഴ്സ് വന്നാൽ എന്തായി? 0 ആയി. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ആ ഡയറക്ഷനിൽ ആ ഒരു ഫോഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാത്തത്. The box is displaced in the direction of the force applied by the child. ചൈൽഡ് പ്രയോഗിച്ച ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് ബോക്സ് ഡിസ്പ്ലേസ് ചെയ്തത്. So we can consider that this force has done a work done on the box. ഈ ഫോഴ്സ് എന്താണ്? ഒരു വർക്ക് ചെയ്തു എന്ന് പറയാം അല്ലെ. അതായത് കുട്ടി പ്രയോഗിച്ച ബലത്തിന്റെ ഡയറക്ഷനിൽ ബോക്സ് ചലിച്ചു. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഫോഴ്സ്, കുട്ടി പ്രയോഗിച്ച ഫോഴ്സ് ഹാസ് ഡൺ എ വർക്ക് ഓൺ ദ ബോക്സ്. ആ ബോക്സിൽ ഒരു വർക്ക് ചെയ്തു എന്ന് പറയാം. സച്ച് എ വർക്ക് ഈസ് എ പോസിറ്റീവ് വർക്ക്. അത്തരം വർക്കിനെ പറയുന്നത് പോസിറ്റീവ് വർക്ക് എന്ന്. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട് ഓഫ് ദ ബോക്സ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദാറ്റ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. എന്താണ്? ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അല്ലെ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിന് ഡിസ്പ്ലേസ് ഉണ്ടായത്. അതുകൊണ്ട് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് അതിനെ എന്ത് പറയാം? നെഗറ്റീവ് വർക്ക് ആയിട്ട് പറയാം. ഓക്കെ, ഹിയർ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് നെഗറ്റീവ് വർക്ക്. അതാണ് ഇവിടെ യെല്ലോ ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്.
If the displacement of an object is in the direction of the force, then the work done by the force on the object is positive. അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നതെങ്കിൽ അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം വർക്ക് ഡൺ എന്ത് പറയാം, പോസിറ്റീവ് ആയിട്ട് പറയാം. എങ്കിൽ if the displacement of an object is opposite to the direction of the force, then the work done by the force on the object is negative. അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നതെന്ന് വിചാരിച്ചോളൂ, പക്ഷേ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ അത്തരം വർക്കിനെ എന്ത് പറയാം, നെഗറ്റീവ് ആയിട്ട് പറയാം. ഓക്കെ, റൈറ്റ് ഡൗൺ വെദർ വർക്ക് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് എന്നാണ്. കുറച്ച് സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ പോസിറ്റീവ് വർക്കാണോ നെഗറ്റീവ് വർക്കാണോ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, the work done by the force of gravity on a stone when it is thrown up. അതായത് ഒരു സ്റ്റോൺ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി പ്രയോഗിക്കുന്ന വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. ഓക്കെ, സ്റ്റോൺ മുകളിലേക്കാണ് പോകുന്നത്, സ്റ്റോണിന്റെ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്. അപ്പൊ ഈ സ്റ്റോണിന്റെ മേലെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി താഴേക്കാണ്, അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് നെഗറ്റീവ് വർക്കാണ്. ഓക്കെ, പിന്നെയോ the work done on the stone by the applied force when we throw a stone upward. അതായത് ഒരു സ്റ്റോണിനെ മുകളിലേക്ക് എറിയുന്നു, നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് മുകളിലേക്ക് തന്നെയാണ് അല്ലെ, നമ്മൾ മുകളിലേക്കാണ് എറിഞ്ഞത്, മുകളിലേക്ക് ബലം പ്രയോഗിച്ചിട്ടാണ് എറിഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഇത് ഒരേ ഡയറക്ഷൻ അല്ലേ, അങ്ങനെയാണെങ്കിൽ the work done on the stone by the applied force, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പിന്നെയോ the work done by the force applied by a crane on the object while lifting up. ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്, ആ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്നു, ആ ക്രെയിൻ മുകളിലേക്ക് തന്നെയല്ലേ ഫോഴ്സും പ്രയോഗിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് വർക്ക്. പിന്നെ പറഞ്ഞിട്ടുള്ളത് the work done on an object by a crane when the object is lifted up. ഇതേ കാര്യം, ഈ പറഞ്ഞ അതേ കാര്യം ഇപ്പോൾ വീണ്ടും പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം ഒരു പക്ഷേ. ഓക്കെ, ഇതേ കാര്യം തന്നെയാണ്. എന്താണ് the work done on an object by a crane, മുകളിലേക്ക് ക്രെയിൻ ബലം പ്രയോഗിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അത് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ഇത് പോസിറ്റീവ് വർക്കാണ്. ഓക്കെ, ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണല്ലോ. ഓക്കെ, അടുത്തത് the work done by the force of gravity when a coconut falls down. ഒരു തേങ്ങ താഴേക്ക് വീഴുന്നു, ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതും താഴേക്ക് തന്നെയാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അത് നെഗറ്റീവ്, അത് പോസിറ്റീവ് വർക്ക്. ഓക്കെ, മാറിപ്പോയതാണ്, അത് പോസിറ്റീവ് വർക്കാണ്. ഓക്കെ, the work done by the force of gravity when a coconut falls down എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വർക്കാണ്, രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട്. അടുത്തൊരു പ്രോബ്ലം ആണ്. In a supermarket, a shopper pushes a trolley to a distance 16 meter, അല്ലേ, by applying a force of 95 Newton continuously. Calculate the work done. Work done W is equal to F multiplied by displacement. Okay, F എത്രയാണ് 95 Newton multiplied by displacement 16 ആണ്. ഇതെങ്ങനെ ചെയ്യാം 95 multiplied by 16 ആണ് അല്ലേ, 5 ഗുണിക്കണം 6 എത്രയാണ് 30 അല്ലേ, അങ്ങനെയാണ് ഈ 0 നമ്മൾ ഇവിടെ എഴുതി 3x ആവുന്നു അല്ലേ. ഓക്കെ, പിന്നെയോ 6 ഗുണിക്കണം 9 എങ്ങനെ ചെയ്യാം, 6 times 9 എങ്ങനെ ചെയ്യാം, അത് 54 ആണ്, 54 ആണ്, പ്ലസ് ഈ 3 ചെയ്താൽ 57 കിട്ടും. അത് നമുക്കൊന്ന് പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങളുടെ കൈകൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ 1, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 9ന്റെ. ഓക്കെ, 1 times 9 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓക്കെ, നിങ്ങളുടെ ഒന്നാമത്തെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒന്നാമത്തെ ഫിംഗർ നിങ്ങൾ മടക്കി അയച്ചു, അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എത്ര വിരലുകളുണ്ട്, വിരലൊന്നുമില്ലല്ലോ, അപ്പോൾ നമുക്ക് 0 ആയിട്ട് പറയാം. റൈറ്റ് സൈഡിൽ എത്ര വിരലുണ്ട്, 1 2 3 4 5 6 7 8 9 വിരലുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ വിരൽ മടക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 0 ആണ് ഫിംഗേഴ്സ്, റൈറ്റ് സൈഡിൽ 9 ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ 0യും റൈറ്റ് സൈഡിൽ 9ഉം. അപ്പൊ 0 9 എന്ന് പറഞ്ഞാൽ എന്താണ്, 9 അല്ലേ, അതാണ് ഇവിടെ 1 times 9 എന്ന് പറഞ്ഞാൽ 9. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മൂന്നാമത്തെ വിരൽ മടക്കുന്ന വെച്ചു. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്, 2 അല്ലേ, 2. റൈറ്റ് സൈഡിലോ 7 ഫിംഗേഴ്സ് ഉണ്ട്, 3 തേർഡ് ഫിംഗറിൽ നമ്മൾ മടക്കിയത്. അപ്പൊ ലെഫ്റ്റിൽ 2 റൈറ്റിൽ 7, ഇത് മൂന്നാമത്തെ വിരലാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതാ ഇവിടെ കണ്ടോ 3 times 9 എന്ന് പറഞ്ഞാൽ എന്താണ് 27 കിട്ടി. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ, 27 2 7 27. ഇതേ ട്രിക്ക് ഉപയോഗിച്ച് 6 times 9 എങ്ങനെ ചെയ്യാം, 6 ഗുണിക്കണം 9, ഇതാണ് ആറാമത്തെ വിരല്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്, 5.
അല്ലേ? റൈറ്റ് സൈഡിൽ 4. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ ഇതേപോലെ എല്ലാത്തിന്റെയും 54. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ട്രിക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, 9 times 6 54 പ്ലസ് എക്സ്ട്രാ ഉണ്ടായ ഈ 3 57. 1 times 5 എന്താണ്? 1 multiply by 5 എത്രയാണ്? ഒരു 5 5. ഇവിടെയോ 1 ഗുണിക്കണം 9 ഒരു 9 9. 0 7 plus 5 12 ആണ്. 2 ഇവിടെ എഴുതി, 1 ഇവിടെ എക്സ്ട്രാ വന്നു. 9 plus 5 എത്രയാണ്? 14 പ്ലസ് ഈ 1 എത്രയാണ്? 15. ഇങ്ങനെ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, 1520 അങ്ങനെയാണ് ഉത്തരം. ഓക്കെ, we have familiarized ourselves with a few types of work. Don't we get tired while going various activities? Isn't it because we utilize energy to do work? അതായത് നമ്മൾ സാധാരണയായിട്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താണ്? ക്ഷീണിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് കുറച്ച് എനർജി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനർജി ചെലവഴിക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. ഓക്കെ, എന്താണ്? വർക്ക് ചെയ്യാൻ വേണ്ടി എനർജി വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത ടോപ്പിക് പറഞ്ഞാൽ എനർജി എന്നതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.